അൽഹംദുലില്ലാഹ് നിങ്ങളെ വിശേഷം എന്താണ്? നിങ്ങളെല്ലാരും വിശേഷം എന്താണ്? സുന്ദനെയാണോ? അൽഹംദുലില്ലാഹ് ഞാൻ പെട്ടെന്ന് അസുഖത്തൊക്കെ പനിക്കും ചെറിയ മാറ്റം വന്നപ്പോ അൽഹംദുലില്ലാഹ് പെട്ടെന്ന് മക്കത്തേക്ക് പോയി. നിങ്ങളോട് മുണ്ടിയിട്ടില്ല. സാധാരണ നിങ്ങളോട് പറയാതെ ഞാൻ പോലില്ല, എവിടെയും പോലില്ല, മക്കത്തേക്ക് നല്ല എവിടെയും പോലില്ല അല്ലേ? നിങ്ങളോട് പറയാതെ ഞാൻ എങ്ങോട്ടേയും പോയിക്കണോ? നമുക്ക് പറയല്ലേ നിങ്ങളല്ലുള്ളൂ. നിങ്ങൾക്ക് ഞമ്മക്കും സാധാരണ നാളെ ഓഫീസില്ല, നാളെ എന്നെ സ്ഥലത്തേക്ക് പോവാണ്, കോയമ്പത്തൂര് പോവാണ്, ബാംഗ്ലൂര് പോവാണ്, എവിടെ പോവാണ് നിങ്ങളോട് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഇതിപ്പോ മുണ്ടാതെ പോയി ഇല്ലേ? പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ സമ്മതിക്കൂല. അതേ മുണ്ടാഞ്ഞ് പറഞ്ഞാൽ ചിലപ്പോ സമ്മതിക്കലുണ്ടാവില്ല. നല്ല പനിയല്ലേ, റെസ്റ്റ് എടുത്തോളിന്ന് പറയും. അതേ നിങ്ങൾ പറച്ചിലുണ്ടാവുള്ളൂ. കാരണം നിങ്ങളെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ എന്ത് പറഞ്ഞല്ല നിങ്ങൾ അതേ മിണ്ടാതെ എന്റെ ആജിമാരെ ആലോചിച്ചിട്ട് എനിക്കൊരു പൂർത്തിയേട്. ഇവിടെ ഉറക്കം കിട്ടണ്ടേ? എന്റെ ആജിമാരവിടെയും ഞാൻ പെടി പോലെ അവിടെ ഞാൻ പെടി. ഒരു നിലക്കും സമാധാനം കിട്ടണില്ല. അവരെന്ത് ചെയ്തു? മെല്ലെ ഡോക്ടറെ കണ്ട് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് അസറിന് തീരുമാനിക്കണം. അസറിന് 3:30 തീരുമാനിക്കണം. എന്റെ ആജിമാരവിടെ, ഞാൻ ഇവിടെ. ഒരു നിലക്കും മനസ്സിന് സമാധാനം കിട്ടില്ല. അല്ല, അസറിന് ടിക്കറ്റ് എടുത്തുകൊണ്ട് അപ്പൊ ഒരു ടിക്കറ്റ് ഒഴിവുണ്ട് ഫ്ലൈറ്റില്. അസറിന് എടുക്കണത് 5 മണിക്ക് എയർപോർട്ടിൽ. ഞാൻ പോയരാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? എല്ലാരോടും അതടങ്ങിയതാണ്. ആജിമാരടുത്ത് എത്തി. അൽഹംദുലില്ലാഹ് റാഹത്തായി. ആജിമാര് ഇബ്രാഹിം ആജിമാരൊക്കെ റാഹത്താണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരു മൊയ്തീൻക എന്ന് പറഞ്ഞ പാവപ്പെട്ട ഉപ്പുണ്ട്. ആ ഉപ്പ ശ്വാസം മുട്ടൽ വന്നിട്ട് അവിടെ മക്കത്ത് ഹോസ്പിറ്റലിലാണുള്ളത്. ഞാനിപ്പോ വിളിച്ചിരുന്നു. ഇപ്പൊ ഉപ്പക്ക് നല്ല റാഹത്തുണ്ട്, അഡ്മിറ്റാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് നാട്ടിലെത്തും. എല്ലാ രാമയും പറയും, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പക്ക് അല്ലാഹു പെട്ടെന്ന് ശിഫ കൊടുക്കട്ടെ. പരിപൂർണമായ ശിഫ കൊടുത്ത് ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, റാഹത്തോടെ 2 ദിവസത്തിനുള്ളിൽ നാട്ടിലെത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ നമ്മുടെ മുഹമ്മദ് ഉസ്താദും പ്രിയപ്പെട്ട അമീർ ഉസ്താദൊക്കെ നല്ല പരിചരണം കൊടുക്കുന്നുണ്ട്. അല്ലാഹുവിൽക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു കൊടുക്കട്ടെ. അല്ലാഹു ആ പ്രിയപ്പെട്ട ബാപ്പക്ക് അല്ലാഹു നല്ല റാഹത്ത് കൊടുക്കട്ടെ. പാവം സുഖല്ല, കൂടെ പോരണമെന്നുള്ള ആഗ്രഹത്തിൽ പോന്നതാണ്. അല്ലാഹു റാഹത്താക്കട്ടെ. വീൽ ചെയറിലാണ് ഉംറ ചെയ്തത് ഉപ്പ. 4 അൽഹംദുലില്ലാഹ് 4 ഉംറ എടുത്ത് ഹറം കാണാന്ന് പറഞ്ഞ അവിടെ പോയി ഒക്കെ റാഹത്തായി. ഈ പ്രാവശ്യത്തെ ഹാജിമാര് എല്ലാം കൊണ്ടും വളരെ റാഹത്തായ ഹാജിമാര്. അല്ലാഹുവിലേക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദ് ഇവിടെ റൂമിൽ വന്ന് റെസ്റ്റ് എടുത്താൽ മതിയാണ്. ഞാൻ അവിടെ റെസ്റ്റ് എടുക്കേനി. അവസാനം ഓല കൂടെ ഒരു ഉംറക്ക് ഇറങ്ങി. ഓല ഇറക്കണില്ല, കാരണം തടി ഇളകണ്ട. ഉസ്താദ് അവിടെ റൂമിൽ ഉണ്ടായാൽ മതി. 4 ഉസ്താദ് വന്നല്ലോ, ഞങ്ങൾക്ക് റാഹത്തായി. ഞങ്ങൾക്ക് ദ്വാരിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയാൽ മതി. ഹാജിമാരെ കൂടെ അറഫയില് പോയി, സിയാറത്തില് പോയി, അവർക്ക് വേണ്ടി ദ്വാരം കൊടുത്ത്. ഒരു കൂടുതൽ ഇന്ന തടി ഇളകാനയക്കൂല. ഉസ്താദ് കുറച്ച് റെസ്റ്റ് ആവശ്യമാണെന്ന് അറിയാം. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പഴയതുപോലെ റാഹത്തോട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് നല്ല ഹാജിമാർ, ഒരു ഉമ്മയെ പോലെ, ഒരു ബാപ്പയെ പോലെ, ഒരു മക്കളെ പോലെ കണ്ട്, ഒരു സഹോദരിമാരെ പോലെ കണ്ട് വളരെ റാഹത്തോടെ സന്തോഷത്തോടെ കുറച്ച് ദിവസമാണെങ്കിലും വളരെ റാഹത്തായിട്ട് മക്കത്ത് കഴിഞ്ഞു. മദീനത്ത് പോയി റൗള ഷരീഫിൽ പോയി ഒരുപാട് നേരം റൗള ഷരീഫിൽ ഇരുന്ന് ദുആ ചെയ്തു. എന്റെ പ്രിയപ്പെട്ട അളിയനും എന്റെ ഭാര്യയൊക്കെ കൂടെ പോകുന്ന ഷാഹിർ കടക്കം അല്ലാഹുവിൽക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, ഖൈർ നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ. എല്ലാവർക്കും കുറെ ആളുകൾ അവിടെ നിന്ന് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഈ പ്രാവശ്യം കുറെ ആൾക്കാരെ കാണാൻ കഴിഞ്ഞിട്ടില്ല, കാരണം പനി ആയതുകൊണ്ട് ഞാൻ റെസ്റ്റിലേനു. അജുമാരെ കൂടെ നിൽക്കണം എന്നുള്ളൊരു
ഒരൊറ്റ ആഗ്രഹമുണ്ട്, ഹാജിമാരെ കൂടെ ഉംറ ചെയ്തു, ഇലാഹിന്റെ തവാഫ് കഴിഞ്ഞു, പോലെ കൂടെ തന്നെ ഒരു കുടുംബം പോലെ റാഹത്തോടെ നാട്ടിലേക്ക് എത്തി. ഹാജിമാർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അവരൊക്കെ കുടുംബത്തിൽ അല്ലാഹു ഖൈർ നൽകട്ടെ. ഇന്ന് എയർപോർട്ടിലേക്ക് അർബിനിലാവിന്റെ വളണ്ടിയേഴ്സും ഹാജിമാരെ കുടുംബങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടി വന്നവർക്കൊക്കെ അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് അർബിനിലാവ് കുടുംബങ്ങൾ ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിൽക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസുഖം മാറാൻ, പനി മാറാൻ വേണ്ടിയൊക്കെ പ്രത്യേകം ദുആയിലും ഖുർആൻ ഖത്ം ഓതിയാലും യാസീൻ ഓതിയാലും ദിക്റിലും എല്ലാം റബ്ബ് കബൂലാക്കട്ടെ. ഇപ്പൊ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തുണ്ട്. പനി ഒന്ന് സ്ട്രോങ് ആയിട്ട് പനിച്ചു, റെസ്റ്റ് ഇല്ലായിട്ടാണ്, വേറെ ഒന്നുമല്ല. ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കാത്തതുകൊണ്ടാണ്. ഞാൻ റെസ്റ്റ് എടുക്കണം, രാത്രി ഉറക്കമൊക്കെ നേരത്തെ ആക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് നടന്നോളും, സന്തോഷമായിട്ട് നടന്നോളും. ഇപ്പൊ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തുണ്ട്, നല്ല സന്തോഷമുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മളത് വരക്കി അൽഹംദുലില്ലാഹ് ഉംറയൊക്കെ കഴിഞ്ഞ് ഇന്ന് നാട്ടിലെത്തി. ഒന്നുകൂടിയും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഓഫീസ് തുറക്കാം. റബ്ബ് കബൂലാക്കട്ടെ. ഇനി റബീഉൽ അവ്വൽ മാസമാണ് നമ്മളിലേക്ക് വരുന്നത്. റബീഉൽ അവ്വൽ മാസത്തിൽ ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഉംറക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ജന്മദിനാണ് ഈ പ്രാവശ്യം. 1500-ാം ജന്മദിനത്തിന് മദീനത്ത് റബീഉൽ അവ്വൽ 12-ന് കൂടണമെന്നാണ് ആഗ്രഹം.